أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉമ്മു മക്തൂം എന്ന അന്ധനായ സ്വഹാബി ഒരിക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ, പള്ളിയിൽ നിന്ന് ബാങ്ക് ഉയരുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോൾ നിത്യമായി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സഹായി എനിക്ക് സ്ഥിരമായി ലഭിക്കാറില്ല. അതുകൊണ്ട് ജമാഅത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് എന്തെങ്കിലും ഇളവുണ്ടാകുമോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു മക്തൂം എന്ന അന്ധനായ സ്വഹാബി ചോദിക്കുന്നുണ്ട്. എനിക്ക് ജമാഅത്തിന് വരാൻ കഴിയില്ല, എന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് എനിക്ക് ഒഴിവാക്കണമെന്നെ, ഞാൻ അന്ധനാണ്, അത് എനിക്കൊരു ആനുകൂല്യം ഉണ്ടാക്കുമോ എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്. ഇനി ഒരിക്കലും ജമാഅത്തിന് വരാതിരിക്കാനുള്ള അനുവാദമല്ല അദ്ദേഹം ചോദിക്കുന്നത്. 5 നേരം നിരന്തരമായി വിളിക്കുമ്പോൾ, ഓരോ ദിവസവും 5 നേരവും തന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സഹായി തനിക്ക് നിരന്തരമായി ഇല്ല. അന്ധതയും ഒപ്പം ദാരിദ്ര്യവുമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉമ്മു മക്തൂമിന് ഒരു സഹായിയെ നിരന്തരമായി പോസ്റ്റ് ചെയ്യാനുള്ള, ഒരു നിരന്തരമായ സഹായിയെ ജോലിക്ക് നിർത്താനുള്ള സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നബി നിരന്തരമായി ഓരോ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും കൃത്യമായി തപ്പിയും തടഞ്ഞും വന്നു പോവുക എന്നുള്ളത് ശരിക്കും പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു പ്രായോഗികത ആലോചിക്കുമ്പോൾ അതിലൊരു ഇളവുണ്ടെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വന്നു പോകാം, ഒരു സഹായിയെ കിട്ടാൽ വന്നു പോകാം. എപ്പോഴെങ്കിലും ഒരു വക്ത് നമസ്കാരത്തിനെങ്കിലും എനിക്ക് വരാൻ കഴിയാതെ പോകുന്നൊരവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ പോയാൽ എനിക്കൊരു ഇളവുണ്ടാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പമൊന്ന് ആലോചിച്ചിട്ട് ആ മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് റസൂൽ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉദുറുണ്ട്, നിങ്ങൾക്ക് അന്ധനാണ്. കണ്ണ് കാണാത്ത താങ്കൾ ഈ പള്ളിയിലേക്ക് തപ്പിയും തടഞ്ഞും ഒറ്റയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കൂടി കണക്കിലെടുത്തിട്ടും അതിൻ്റെ ഒരു പ്രായോഗികതയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ഇളവുണ്ട്, എന്നാൽ പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല. വരാതിരുന്നാൽ താങ്കൾക്ക് അത് ന്യായമായ ഒരു കാരണമാണ്, താങ്കളുടെ ഈ അന്ധതയും ഈ ദൗർബല്യവും എന്ന് റസൂൽ ആദ്യം മറുപടി പറയുന്നു. ഈ മനുഷ്യൻ മടങ്ങി നടക്കാൻ ഒരുങ്ങുമ്പോൾ റസൂൽ ഒന്നുകൂടി വിളിക്കുന്നുണ്ട്, ഉമ്മു മക്തൂം ഒന്നുകൂടി നിൽക്കണം, താങ്കൾ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന്. ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന്. അതേ നബി, ഞാൻ ബാങ്ക് കേൾക്കുന്നുണ്ട് ഇവിടുന്ന് വിളിക്കുന്നതെന്ന്. റസൂൽ പറഞ്ഞു, എന്നാൽ പിന്നെ ഫാജിബ്, നീ ഉത്തരം കൊടുത്തേ തീരൂ. ജമാഅത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിനക്കൊരു ഉദറുമില്ല, നിനക്ക് ഒഴിവാക്കാൻ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിന്റെ അന്ധത ഒരു കാരണമാകില്ല. ഉമ്മു മക്തൂമേ, വന്ന് നിസ്കരിച്ചേ പറ്റൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് അന്ധനായ ഒരു സഹാബിയോട് ഒരു സഹായി പോലും കൈപിടിച്ചു കൊണ്ടുവരാനില്ലാത്ത ഒരു അവസ്ഥയിൽ പോലും ഒരു അന്ധനായ സഹാബിയോട് റസൂൽ ആവശ്യപ്പെട്ട കാര്യമാണ്, പള്ളിയിൽ നിന്ന് ബാങ്ക് നീ കേൾക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവ സ്വഭാവമുണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കി നൽകാൻ ഒരു ഒറ്റ സംഭവം, ഈ ഒരു ഹദീസ് മതി. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ജുമഅയുടെ ആൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ജുമഅയ്ക്ക് കാണുന്ന ഈ ഒരു ഞെരുക്കവും ഈ തിരക്കും എന്തുകൊണ്ട് ഓരോ വക്തുകൾക്കും വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ജമാഅത്തായി നമസ്കരിക്കണം എന്ന വിഷയത്തിൽ നമുക്കത്തെ നിർബന്ധ ബുദ്ധിയില്ല. നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചവന് പോലും ആ സമയമുണ്ടല്ലോ, ലോഹർ വാങ്ങുക വിളിച്ചു, അസർ വരെ സമയമുണ്ട്, പള്ളിയിൽ എപ്പോഴെങ്കിലും പോയി നിസ്കരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ കടയിൽ നമസ്കരിക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നമസ്കരിച്ചാലും എൻ്റെ കടമ പൂർത്തിയാകുമല്ലോ എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ജമാഅത്ത് നമസ്കാരത്തെ നമ്മൾ കണക്കാക്കുന്നത്.
അങ്ങനെ എങ്ങും ഒരു സുന്നത്തായ പ്രക്രിയയാണ്. വേണമെങ്കിൽ പോയി കൂട്ടത്തിൽ കൂടിയാൽ അല്പം കൂടി പ്രതിഫലം, അത്രയും ജമാഅത്ത് നമസ്കാരത്തിലുള്ളൂ. എനിക്കിപ്പോൾ സൗകര്യം കുറവാണ്, അല്ലെങ്കിൽ സമയമില്ല, ഞാൻ തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജമാഅത്തിന്റെ സ്കൂല് വേണ്ട, ആ സുന്നത്തങ്ങ് പോകട്ടെ എന്ന നിലയിൽ, സുന്നത്ത് എന്ന നിലയിൽ ലാഘവ ബുദ്ധിയോടെയാണ് സംഘടിത നമസ്കാരത്തെ മുസ്ലിം ഉമ്മത്ത് നോക്കിക്കാണുന്നത്. അത് വലിയ വീഴ്ചയാണ്. ഇതൊരു സാമൂഹിക ബാധ്യതയാണ്, നിർബന്ധിത ബാധ്യതയാണ്. ഒരു സമൂഹത്തിൽ കൃത്യമായി ജമാഅത്തായി സംഘടിതമായി നമസ്കാരം നടക്കുക എന്നുള്ളത് അവരുടെ സാമൂഹിക വ്യവസ്ഥിതിയെയും അവരുടെ ഐക്യത്തെയും അവരുടെ കെട്ടുറപ്പിനെയും ഊട്ടിയുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട നിർബന്ധിതമായ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 3 വ്യക്തികളുണ്ട് ഒരു താഴ്വരയിലോ ഒരു ഗ്രാമത്തിലോ എന്ന്. മൂന്ന് വ്യക്തികളാണ്. മാമിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ ഔ ഫീ ബദ്വിൻ, ഒരു ഗ്രാമത്തിലോ ഒരു താഴ്വരയിലോ 3 വ്യക്തികൾ ഉണ്ട് എങ്കിൽ ലാ തുഖാമു ഫീഹിമുസ് സ്വലാത്തു ഇല്ലാ ഇസ്തഖബദ അലൈഹിമുശ് ശൈത്താൻ, എന്നിട്ട് അവിടെ ജമാഅത്തായ 3 പേർ നമസ്കരിക്കുന്നില്ല എങ്കിൽ പിശാചിന് അവരുടെ മേൽ ആധിപത്യം ഉണ്ടാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. 3 മനുഷ്യരെ ഒരു നാട്ടിലുള്ളൂ, 3 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടായിട്ടും അവിടെ സംഘടിതമായി ജമാഅത്തായി നമസ്കാരം നടക്കുന്നില്ല എങ്കിൽ അവിടെ ആധിപത്യം മുസ്ലിമീങ്ങൾക്കല്ല, ഇസ്ലാമിനല്ല, പിശാചിനാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅലൈക്കും ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു الذئب മിനൽ ഗനമി അൽ ഖാസിയ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 3 പേരുണ്ടെങ്കിൽ, 3 പേരെ ഉള്ളെങ്കിലും നിങ്ങൾ ജമാഅത്തായി സംഘടിതമായി നിൽക്കുകയും നിങ്ങൾ ഐക്യത്തോടെ പെരുമാറുകയും ജമാഅത്തായി നമസ്കരിക്കുകയും വേണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന നാടിനെയാണ് ചെന്നായ്ക്കൾ വേട്ടയാടുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൂട്ടം തെറ്റിപ്പോയ ഒറ്റയാടുകളെയാണ് ചെന്നായ്ക്കൾ വേട്ടയാടുന്നത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന വിശ്വാസികളെ വഴിപിഴപ്പിക്കാൻ എളുപ്പമുണ്ട് പിശാചിന് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് മാറി നടക്കുമ്പോൾ ചില ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും, നല്ല മതബോധമുള്ള ആളാണ്, ഈ മതം പഠിച്ച ആളാണ്, മതത്തിന്റെ മദ്രസ സിസ്റ്റങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ നിസ്കാരത്തിനെതിരാണ് അയാൾ, നോമ്പിനെതിരാണ്, ഖുർആനെതിരാണ്, അള്ളാഹുവിനെതിരാണ്. അവൻ പുതിയ എന്ത് ചെയ്യുക, അവനിപ്പോ എക്സ് മുസ്ലിം എന്ന നിലയിൽ അറിയപ്പെടുന്നു. നമ്മൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്ന്, എന്തുകൊണ്ടാണ്? അയാൾ മദ്രസയൊക്കെ പഠിച്ചു വന്ന ആളാണ്, കഴിഞ്ഞ വർഷം വരെ നോമ്പെടുത്ത ആളാണ്, നിസ്കാരമുള്ള ആളായിരുന്നല്ലോ, അയാൾ ഇടയ്ക്ക് മുറക്ക് പള്ളിയിലൊക്കെ കാണാമായിരുന്നല്ലോ, പലപ്പോഴും നിസ്കരിക്കുന്ന വ്യക്തിയൊക്കെ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇയാൾ ഇസ്ലാം വിരുദ്ധനായി മാറി? ഇവ എക്സായി എങ്ങനെ മാറിയത്? ഒറ്റപ്പെട്ട് നടക്കുന്നവനെ കീഴടക്കാൻ, അവന്റെ ചിന്തകളെ വഷളാക്കാൻ, അവനെ വഴിപിഴപ്പിക്കാൻ പിശാചിന് എളുപ്പമാണ്. അവൻ സംഘടിത നമസ്കാരങ്ങളിൽ അവന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നിട്ടില്ല, മുസ്ലിമീങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിരുന്നില്ല. മുസ്ലിങ്ങൾക്കൊപ്പം സഞ്ചാരമാണ്, നമ്മൾ ഒരുമിച്ച് നീങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് നീങ്ങുകയാണ്. ഓരോരുത്തർക്കും കുടുംബം സെപ്പറേറ്റ് ആണ്, പ്രശ്നങ്ങൾ വേറെയാണ്, ജോലി വേറെയാണ്, വരുമാനം വേറെ വഴിക്കാണ്, വേറെ രീതിയിൽ നമ്മൾ ജീവിക്കുക. പക്ഷെ ആൾക്കൂട്ടത്തിൽ തനിച്ച് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ഐക്യപ്പെടുന്നത് എല്ലാ ദിവസവും എവിടെയാണ്? 5 നേരം നമസ്കരിക്കുമ്പോൾ. നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ല. അള്ളാഹു അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅ റാക്കിഈൻ എന്ന്. നിങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കണമെന്ന്, നിങ്ങൾ ഒരുമിച്ച് സക്കാത്തുകൾ കൊടുക്കണമെന്ന്. വർകഉ മഅ റാക്കിഈൻ, റുകൂ ചെയ്യുന്നവർക്കൊപ്പം നിങ്ങൾ സംഘടിതമായി റുകൂ നിർവഹിക്കണമെന്ന്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. നമുക്ക് ഒറ്റപ്പെട്ട് കുറെ കടമകളും ബാധ്യതകളും ഉണ്ട്, ഒരു കുടുംബമുണ്ട്, അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴും സമൂഹം എന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി 5 നേരം നമസ്കാരം, 5 നേരം അള്ളാഹുവെന്ന ഏകനായ ഇലാഹിന്റെ മുമ്പിൽ ഒരു സമൂഹം ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നു. നാഥാ, നീയാണ് ഏറ്റവും വലിയവൻ, നീ ഏകനാണ്, നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് നമ്മളെ പടച്ചുവിട്ടവനെന്ന് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വിശ്വാസികൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന്. പടച്ചവനെ, നീയാണ് നമ്മുടെ സൃഷ്ടാവ്, നീയാണ് നമ്മുടെ ആരാധനയ്ക്ക് അർഹൻ, അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് തോളോട് തോളൊരുമി നിൽക്കുന്ന വിശ്വാസികൾക്ക് ആ ഓരോ നിസ്കാരവും കൊടുക്കുന്ന ഒരു അധ്യാപനമുണ്ട്, മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന്. ഈ പള്ളിയുടെ പുറത്തു നിന്ന് നിങ്ങൾ വന്നത് ഓരോരുത്തരും ഓരോ ഇടത്തു നിന്നാ. ചില ആൾക്കാർ വന്നത് ഇവിടുത്തെ നിയമസഭയിൽ നിന്നായിരിക്കും, നിയമസഭയിൽ നിന്നായിരിക്കും ഒരാൾ കടന്നു വരുന്നത്. ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നവനുണ്ടാകും, അവിടുത്തെ ഉദ്യോഗസ്ഥനുണ്ടാകും, ഇവിടെ ചെരുപ്പ് കുത്താനിരുന്നവരും ഉണ്ടാകും, ഇവിടെ മീൻ വിൽക്കാനിരുന്നവനുണ്ടാകും, ഇവിടെ ഫുട്പാത്തിൽ കച്ചവടത്തിൽ ഇരുന്നവനുണ്ടാകും, ഒരു ജോലിയുമില്ലാതെ തേരാപ്പാര നടന്നവരും ഉണ്ടാകും. അങ്ങനെ എല്ലാത്തരം ആൾക്കാരും വന്നിട്ട് പലർക്കും പല സ്മെല്ലായിരിക്കും. ഓരോ മനുഷ്യനും ഓരോ മണമാണ് അവൻ ചെയ്യുന്ന ജോലി അനുസരിച്ച്.
അത്ര കച്ചവടക്കാരൻ വരുമ്പോഴുള്ള മണമായിരിക്കില്ല ഇവിടെ റോഡിൽ ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുക. അങ്ങനെ ഓരോ മനുഷ്യനും അവന്റെ തൊലിയുടെ നിറം വ്യത്യാസമാണ്, മണം വ്യത്യാസമാണ്, മണത്തിലും ഗുണത്തിലുമൊക്കെ വ്യത്യാസമുള്ള വിശ്വാസികൾ തോളോട് തോളോട് നിൽക്കുകയാണ്. MLA ഉണ്ടാകും, MP ഉണ്ടാകും, മിനിസ്റ്റർ ഉണ്ടാകും, ജഡ്ജി ഉണ്ടാകും, അഡ്വക്കേറ്റ് ഉണ്ടാകും, അധ്യാപകൻ ഉണ്ടാകും, ഇവിടെ മീൻ വിൽക്കുന്നവനുണ്ടാകും, ചെമ്മാനുണ്ടാകും, ചെരുപ്പൂത്തി ഉണ്ടാകും. പക്ഷേ ഇമേജുകൾ അവിടെ ഒരു ബാധ്യതയല്ല. വക്കീൽ മുന്നോട്ട് നിൽക്കാൻ, വക്കീൽ അങ്ങനെ മുന്നോട്ടിരിക്കൂല, അല്ലെങ്കിൽ ജഡ്ജി കൊണ്ട് മുകളിലോട്ട് നിൽക്കാൻ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ഇവിടെ എല്ലാവരും ഒന്നാണ്. അൽ ഖൽഖു കുല്ലുഹും യഅലല്ലാഹ്, എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന മഹത്തായ അധ്യാപനം ജമാഅത്ത് നമസ്കാരം ലോകത്ത് എവിടെയും കാണാൻ കഴിയാത്ത സംഗതിയാണ്. നമ്മൾ ഈ രാജ്യത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഞങ്ങളാളാണ്, നിങ്ങൾ നമ്മളാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ എവിടെയാ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നത്? എവിടെയെങ്കിലും ഒരുമിച്ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയ നമ്മളെല്ലാവരും ഇവിടുത്തെ ഭൂരിപക്ഷ ജനമാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഒരു വേദിയിൽ ഇരുന്നിട്ട്, ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് ഒരേ ആഹാരം കഴിക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും ജാതിക്കാർ തയ്യാറാകുമോ? ജാതിയിൽ കുറഞ്ഞവന് ഭക്ഷണം വേറെ സദസ്സില് എന്റെ മുമ്പിലിരുന്ന് കഴിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയെന്ന്? ഹിന്ദുത്വം ഈ രാജ്യത്ത് ഭീകരത വളർത്തുമ്പോഴും എല്ലാവരും സംഘടിക്കണമെന്ന് പറയുമ്പോഴും അമ്പലങ്ങളിൽ പോലും ആരാധനാലയങ്ങളിൽ പോലും ജാതിയിൽ കുറഞ്ഞവനെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന സമ്പ്രദായം എന്ന് ഈ രാജ്യത്ത് നിൽക്കുന്നില്ലേ? എല്ലാ ജാതി മതങ്ങൾക്കിടയിലും ഈ ജാതീയത, മനുഷ്യർക്കിടയിലെ വിഭാഗീയത, വർണ്ണവർഗ ചിന്താഗതികൾ, ഉച്ചനീചത്വങ്ങൾ എന്നും നിഴലിച്ചു നിൽക്കുമ്പോ ഈ പള്ളിക്കകത്തില്ല. ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നപ്പോ എവിടെയാണോ നിറമൊരുക്കുക ഒരു മഹത്വമായത്? എവിടെ നമ്മൾ ചെയ്യുന്ന ജോലി മഹത്വമായത്? ഇത് ഏത് താരമാണെങ്കിലും, ഫിലിം സ്റ്റാർ ആണെങ്കിലും, മന്ത്രിയാണെങ്കിലും, MLA ആണെങ്കിലും ഈ സഫിൽ വരുമ്പോ നിങ്ങൾക്കുള്ള വിടവ് അവിടെയാണ് കയറി നിൽക്കേണ്ടത്. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവൻ ആരായാലും അവരോട് തോളോട് തോൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ബാധ്യതയായിട്ടുള്ളത്. ഇന്നേ വരെ എൻ്റെ അടുത്ത് നിന്നവൻ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് തൊഴിൽ അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഞാൻ പ്രതീക്ഷിച്ചത്ര വലിപ്പമുള്ള ആളല്ല, അതുകൊണ്ട് അല്പം നീങ്ങി നിൽക്കാമെന്ന്. എന്റെ ശത്രുവാണെങ്കിൽ പോലും അയാളോട് തോളുമുട്ടി നിൽക്കുക എന്നുള്ളതാണ് നമസ്കാരത്തിൽ എന്റെ ബാധ്യത എന്നുള്ളത്. വിശ്വാസികളോട് വെറുപ്പ് വെച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞു വീണിട്ട് കാര്യമില്ല. അടുത്ത് നിൽക്കുന്നവനോട് വെറുപ്പാ. സംഘടനാപരമായിട്ട് എനിക്ക് അവനോട് വെറുപ്പാണ്. നമ്മുടെ പാർട്ടിപ്പെട്ടവനല്ല, നമ്മുടെ സംഘടനപ്പെട്ടവനല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, വേറെ നിവൃത്തിയില്ല. സഫിൽ അവിടെയാണ് ഇടമുള്ളത്, അതുകൊണ്ട് അവിടെ പോയി നിന്നിട്ടും അകലം പാലിക്കുക. ചില ആൾക്കാർക്ക് അങ്ങനെയും ചിന്തിക്കുന്നുണ്ടാവും. അവിടെയും പോയി നിന്നിട്ട് ഒന്ന് തട്ടാതിരിക്കാൻ, അവനടുത്ത് വരാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഈ ആൾക്കാരുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിൽ പോലും ഒപ്പം നിൽക്കുന്നവരോട് മുട്ടി നിൽക്കാൻ നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് നിസ്കാരമാണ്? ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞതിന് താല്പര്യം പോലും നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെന്നല്ലേ? ഈ മനുഷ്യന്റെ ത്വക്കുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അത് വല്ലാത്തൊരു നമ്മൾ വൈദ്യുതി സഞ്ചരിക്കുന്നത് പോലെയാണ്. വൈദ്യുതി സഞ്ചരിച്ചു പോകുന്നത് പോലെ ഒരു സഞ്ചാരമാണ് മനുഷ്യന്റെ സ്കിന്നുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്കത് അനുഭവിക്കാൻ കഴിയണം. നമ്മൾ തൊട്ടുരുമി നിൽക്കുമ്പോൾ ഈ നമ്മുടെ തൊലികൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ എന്ത് അത്ഭുതം ഇവിടെ നടക്കുമെന്ന്. അത്ഭുതം നടക്കും. ഒരു മനുഷ്യന്റെ ചുണ്ട് അവന്റെ മകന്റെ കവിളിലേക്ക് ചേരുമ്പോ ഹൃദയത്തിൽ കോരിയിടുന്ന ഒരു ഐസ് കട്ട പോലെ ഒരു കുളിരുണ്ട്. അതെവിടെ ഉണ്ടായത്? ആ മാജിക് എങ്ങനെ സംഭവിച്ചെന്നറിയുമോ? സ്വന്തം ഭാര്യയെ തലോടുമ്പോ, അവളെ സ്പർശിക്കുമ്പോ, സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കുമ്പോ, ഉമ്മയുടെയും ബാപ്പയുടെയും മടിയിലേക്ക്, അവരെ മാറിലേക്ക് മക്കൾ ചേർന്ന് നിൽക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സായുജ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്. തൊലികൾ തമ്മിൽ ചേരുമ്പോ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ഒരു കുളിര്, ഒരു സന്തോഷം, ആനന്ദം. അതെവിടെ നിന്നുണ്ടാകുന്നില്ല? അള്ളാഹുവിന്റെ നിക്ഷേപമാണത്. അതുപോലെ വിശ്വാസികൾ എങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. 5 നേരം നമസ്കരിക്കാൻ ചേർന്ന് നിൽക്കുമ്പോ എന്ത് വൈരാഗ്യമാണോ അലിഞ്ഞു പോകാത്തത്? തൊളിയോട് തോൾ ചേർന്ന് നിൽക്കുമ്പോ, നമ്മൾ തട്ടി ഉരുമ്മി നിൽക്കുമ്പോ ഏത് വെറുപ്പും കടന്നു പോകുന്ന ഒരു സംവിധാനമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് അവനെ നോക്കി അവസാനം സലാം അടക്കുകയാണ്. അവിടെയും പല ആൾക്കാരും ബോധപൂർവ്വം ശ്രമിക്കാറുണ്ട് ഇവന്റെ മുഖത്ത് നോക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ട് പോയിട്ട് സലാം വിട്ടാം എന്ന് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് സലാം വിട്ടുമ്പോഴും നമ്മൾ തമ്മിൽ മുഖാമുഖം കാണേണ്ടല്ല, അങ്ങനെ കാണണ്ട എന്ന് കണക്കാക്കിയിട്ട് ആ സലാമിൽ പോലും ബോധപൂർവം വെറുപ്പ് സൂക്ഷിക്കുന്നവർക്ക് ജമാഅത്തിൽ പങ്കില്ല. നിങ്ങളുടെ നമസ്കാരവും ക്ലിയർ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ ജമാഅത്ത് നമസ്കാരങ്ങളും നമ്മുടെ മേൽ എത്രത്തോളം ബാധ്യതയാക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കുന്ന വലിയ സന്ദേശം കൂടിയാണ് നമുക്കിടയിൽ ഐക്യവും സ്നേഹവും എന്നുള്ളത്. അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല, കൂട്ടമായി ജീവിക്കണമെന്ന് പറഞ്ഞത്. അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ കൂട്ടമായി ജീവിക്കേണ്ടവരാണ് എന്ന് പഠിപ്പിക്കുക കൂടിയാണ് ജമാഅത്ത് നമസ്കാരം. ഇനി നിങ്ങൾ അത് പഠിച്ചാലും ഇല്ലെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇളവില്ല. മാറി നിൽക്കാൻ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഇളവുമില്ല. നമുക്ക് യാത്രയിലാണ് എങ്കിൽ യാത്രയിൽ നിങ്ങൾ ജമാഅത്തായി ജമാ കസ്രമായി നമസ്കരിക്കാം. അപ്പോഴും ജമാഅത്തായി നിസ്കരിക്കണം, അവിടെ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ യുദ്ധത്തിലാണ്. ഏറ്റവും വലിയ ഘട്ടം ഏതാണ്? ഒരു മുസ്ലിമീങ്ങൾ ഇസ്ലാമിന് വേണ്ടി പടപൊരുതാൻ വേണ്ടി യുദ്ധമുഖത്ത് നിൽക്കുകയാണ്.
യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഭയപ്പാടിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആയുധങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് ആയുധം തറയിൽ വെക്കാൻ പാടില്ല. ആയുധം തറയിൽ വെക്കേണ്ട ശത്രുക്കൾ നിങ്ങളുടെ നിസ്സംഗതയും നിങ്ങളുടെ നിശബ്ദതയും നിങ്ങളുടെ സൈലൻസും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്പം ഒന്ന് ഒതുങ്ങിയാൽ നിങ്ങൾ പരിപൂർണമായി കൊന്നുകളയാൻ വേണ്ടിയിട്ടും കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടും ശത്രുക്കൾ ആയുധമേന്തി നിൽക്കുമ്പോൾ ആയുധങ്ങൾ തറയിൽ വെക്കാതെ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കാൻ അതാ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അവിടെയും നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിൽക്കുന്നത്, യുദ്ധമുഖത്താണ് നിൽക്കുന്നത്, ശത്രുക്കൾ ആയുധധാരികളായി നിൽക്കുന്നുണ്ട്. ആ ഭയാനകമായ സന്ദർഭത്തിൽ പോലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എന്തുണ്ട് ന്യായം പറയാൻ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയതിന്? ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തുണ്ടായിരുന്നു ജമാഅത്തുകൾ മുടക്കാൻ നമുക്ക് കാരണം? ഒരു കാരണം പറയാൻ കഴിയുമോ? ഒരു കാരണവും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാരണവും നമുക്ക് പറയാൻ കഴിയില്ല. ദുനിയാവിന്റെ ഒരു കാരണവും അത് ന്യായീകരിക്കപ്പെടാവുന്ന സംഗതിയല്ല ജമാഅത്തിന് മാറി നിൽക്കാൻ. ഓരോ വഖ്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടിയും പള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ ആ പള്ളിയിലേക്ക് വിശ്വാസികൾ വരേണ്ടതുണ്ട്. അങ്ങനെ വരാതിരുന്നാൽ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി, ജമാഅത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി. ബാങ്ക് വിളിച്ചിട്ട് ജമാഅത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടതിന് ശേഷം വിശ്വാസികൾ വരാതിരുന്നാൽ, ഞാൻ ആലോചിച്ചിട്ടുണ്ടൊരിക്കൽ, ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, ഒരാളെ ഇമാമായി നിർത്തുക ഈ പള്ളിയിൽ, എനിക്ക് പകരം ഒരാളെ ഇമാമായി നിർത്തിയിട്ട് ജനങ്ങളെ ജമാഅത്തായി നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ട് ചുരുക്കം കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് കുറെ വിറക് കെട്ടുകളും ശേഖരിച്ച് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ തങ്ങുന്നവരെടുക്കിലേക്ക് ഈ വിറകം കൊണ്ട് ചെന്നിട്ട് ഈ വിറകുകൾ വാരിക്കൂട്ടിയിട്ട് വീടോടെ ആ മനുഷ്യനെ കത്തിച്ചു കളഞ്ഞാൽ പോലും ആ മനുഷ്യന്റെ ഈ ഒരുണ്ടല്ലോ ജമാഅത്തിന് മാറി നിന്ന തിന്മ അതിന് മതിയാകില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇത് റസൂല് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത്രമേൽ ഗൗരവമുള്ള ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് അവൻ ബോധപൂർവ്വം മാറി നിൽക്കുന്നത്. അതിലും വലുതായിട്ട് എന്താ ഉള്ളതെന്ന ചോദ്യം, അത് ഗൗരവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അതിശോക്തിപരമായ ഒരു പ്രയോഗം കൂടിയാണിത്. അല്ല, റസൂൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. അതിന്റെ അതിശോക്തിപരമായ ഒരു കാര്യമാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനെ വീടോടെ കത്തിക്കാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുണ്ട് ആലോചിക്കണം. നമ്മൾ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് ഉമ്മത്തിന്റെ പൊതുവായ ബാധ്യതയാണ്. അതിന് മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന് കൂടിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അല്ലാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരെങ്കിലും അല്ലാഹുവിനെ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത മുസ്ലിമായി, അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ 5 നേരത്തെ നമസ്കാരത്തെ ജമാഅത്തായി നമസ്കരിക്കണേ എന്ന്. ഹൈസു യുനാദി ബിഹിന്ന്, എവിടെയാണോ ബാങ്ക് വിളിച്ചത് അവിടെ പോയി ജമാഅത്തായി നമസ്കരിക്കല്ലാതെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കില്ല എന്ന്. ഹൈസു യുനാദി ബിഹിന്ന എന്ന്. പള്ളിയിൽ എവിടെയാണോ ബാങ്ക് വിളിച്ചത് അവിടെ നിങ്ങൾ ചെന്ന് സംഘടിതമായി ജമാഅത്തായി നമസ്കരിക്കാതെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മുസ്ലിമായി നിൽക്കാൻ കഴിയില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുനനുൽ ഹുദ, സന്മാർഗത്തിന്റെ ദീപമായാണ് ഈ നമസ്കാരത്തെ സംവിധാനിച്ചിട്ടുള്ളത്. റസൂലിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച സന്മാർഗത്തിന്റെ ദീപമാണ്, ചര്യയാണ് സത്യത്തിൽ ഈ നമസ്കാരം എന്നുള്ളത്. ആരെങ്കിലും ഇത് ജമാഅത്തായി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എങ്കിൽ അവൻ നഷ്ടത്തിലാണ് എന്ന്. അവൻ നഷ്ടത്തില. ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തി ബോധപൂർവം ജമാഅത്തിന് നിരന്തരമായി മാറി നിൽക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ മാറി നിൽക്കുന്ന പക്ഷം അവൻ വലിയ നഷ്ടത്തിലാണ് എന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ കാലഘട്ടത്തിൽ സഹാബി പറയാണ് ഇബ്നു മസ്ഊദ്, നമ്മുടെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ജമാഅത്ത് നമസ്കാരത്തിന് കൊടുത്ത ഗൗരവം നിങ്ങൾക്ക് അവിടുത്തെ വഴിത്താരകൾ പറഞ്ഞു നൽകുമെന്ന്. പള്ളിയിലേക്കുള്ള വഴികൾ നിങ്ങൾ പറഞ്ഞു തരും. ആ വഴികളുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഓരോ മനുഷ്യനും നടന്നു നീങ്ങാൻ കഴിയാതെ അപ്പൊ ഈ അദ്ദേഹം ഇപ്പൊ അങ്ങനെ വന്നത് കാലിൽ എന്ത് ചെയ്യുക, ഒരാളുടെ സഹായത്തോടെ പള്ളിക്കകത്ത് കയറിയിരിക്കണം. 2 പേരുടെ തോളി തൂങ്ങിയിട്ടാണ് എത്രയോ മനുഷ്യർ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന്. നമ്മുടെ കാലഘട്ടത്തിൽ അവർക്ക് കാലുകൾക്ക് പോലും സ്വാധീനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാലുകൾക്ക് എന്തെങ്കിലും കുരുവുണ്ടോ? നമുക്ക് വലിയ ആരോഗ്യം നൽകിയവൻ റബ്ബാണ്. പള്ളിയിലേക്ക് നോക്കി നടക്കാൻ കണ്ണുകൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകി. ഈ കാഴ്ച നമുക്ക് എടുത്തു മാറ്റിയിട്ടില്ല. നടന്നു നീങ്ങാൻ കാലുകൾക്ക് ബലം നൽകി, തണ്ടലിന് ബലം നൽകി, നട്ടലിന് ബലം നൽകി, നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും നൽകിയിട്ട് ആ ആരോഗ്യമുള്ള ശരീരം നമ്മുടെ മുമ്പിൽ ഒരു നിഅമത്തായി വെച്ചിട്ട് അതിൽ പരീക്ഷണം ഒരുക്കുമ്പോൾ ആ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നില്ലേ? 5 നേരം നമസ്കരിക്കാൻ വേണ്ടിയിട്ട്
അവർ സഹാബത്തോട് അതിന്റെ ഗൗരവ സ്വഭാവം റസൂൽ പറയാൻ, ശരിക്കും പറഞ്ഞാൽ ഈ ജമാഅത്ത് നമസ്കാരത്തിന്റെ അതിന്റെ മഹത്വം, അതിന്റെ ഗൗരവ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വലൗ ഹബ്ബനെന്ന് കാൽ കൊണ്ട് നടക്കാൻ കഴിയാത്തവൻ എഴഞ്ഞു നീങ്ങിയിട്ടാണെങ്കിലും പള്ളിയിൽ വരുമായിരുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കാൻ കഴിയാത്തവനെ എഴഞ്ഞാണെങ്കിലും പള്ളി വരുമായിരുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അത്ര ഗൗരവമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? ജമാഅത്ത് നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും വന്ന് നിസ്കരിച്ചു പോകാമെന്ന നിലയിൽ അതിന് ബോധപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മിസ്റ്റേക്കാണ്, വലിയ തെറ്റാണ് നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്നത്. അങ്ങനെ അനാസ്ഥയോടെ കാണേണ്ട സംഗതിയില്ല. ഓരോ വിശ്വാസിയെ നാളെ പരലോകത്ത് അള്ളാഹു പരിഗണിക്കും. പ്രത്യേകമായി തണലിട്ട് കൊടുത്ത് തണുപ്പിട്ട് കൊടുത്ത അള്ളാഹു മാറ്റി നിർത്തും മഹ്ശറയില്, വെന്ത് പൊള്ളുന്ന മഹ്ശറയിലെ. നമുക്ക് ഈ ചൂട് താങ്ങുന്നില്ല, ഇപ്പോഴത്തെ ചൂട് താങ്ങുന്നില്ല. കഠിനമായ ഉഷ്ണമാണ്, കഠിനമായ ചൂടാണ്. പകൽ യാത്ര ചെയ്യാൻ പോലും പ്രയാസമാണ്. നമുക്ക് 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ യാത്ര വളരെ ക്ലേശമാണ്. അത്രയും ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മഹ്ശറയുടെ തീവ്രത നമ്മൾ ആലോചിക്കണം. എത്ര കഠിനമായിരിക്കും മഹ്ശറ, നമുക്ക് താങ്ങാൻ കഴിയുന്ന സംഗതിയാണ്. പക്ഷെ ആ മഹ്ശറയിൽ പോലും അള്ളാഹു തണുപ്പും രക്ഷയും കൊടുത്ത് ചില ആൾക്കാരെ മാറ്റി നിർത്തും. ആ കൂട്ടത്തിൽ ഒരാളാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖൻ ബിൽ മസാജിദ് എന്ന്. ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഈ ലോഹ നിസ്കരിക്കാൻ വന്നു, നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ അസറിന് ഈ ജമാഅത്തിനോട് വരണം എന്ന മനസ്സ്. അസറിനും ഇനി അടുത്ത് നമസ്കരിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ വരണം, അതാണ് മനസ്സ്. അസർ കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെയാണ് എന്റെ ഊഴം. പുറത്തുള്ള എന്റെ പ്രവൃത്തി സമയം എന്നുള്ളത് മഗ്രിബ് വരെയാണ്. മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി ജമാഅത്തിന് ഇവിടെ എത്തണം എന്നവന്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാവും, ഒരു ചിന്തയുണ്ടാവും, ആലോചന. ഇങ്ങനെ ആലോചിച്ച് നിരന്തരമായി ഓരോ വക്തുകൾ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴും അടുത്ത വക്തിന് പള്ളിയിലേക്ക് വരാനുള്ള നിശ്ചയത്തോടെ ചിന്തയോടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അവനെ അല്ലാഹു പ്രത്യേകമായി മാറ്റി നിർത്തിയിട്ട് നിനക്ക് ചൂട് വേണ്ടാന്ന്, നീ ചൂടത്ത് നിൽക്കേണ്ടവനല്ല, മഹ്ശറയുടെ തീവ്രത നീ അനുഭവിക്കേണ്ട, നിനക്ക് തണുപ്പ് ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി തണലിലും തണുപ്പിലും അല്ലാഹു നിർത്തുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് പ്രത്യേകം പരിഗണനയുണ്ടെന്ന്. മനസ്സിലെപ്പോഴും നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്ന മനുഷ്യനവർ. ആ ചിന്തയോടെ നടക്കാൻ കഴിയണം. അത്ര ഗൗരവമുണ്ട് നമസ്കാരം സംഘടിതമായി നിർവഹിക്കുമ്പോൾ. ഓരോ നമസ്കാരവും സംഘടിതമായി നിർവഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് റസൂൽ വാഗ്ദാനം ചെയ്യുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഒരു നേരം നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി എന്നുള്ളതാണ്. നമുക്ക് ഇരട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ എങ്ങും അതിന് വിലയില്ല. റസൂലും അള്ളാഹുവും ഒക്കെ ഇരട്ടി പറയുമ്പോൾ അതിൽ നമുക്ക് വലിയ വിലയില്ല. നിങ്ങൾക്ക് ഇനി ഒരു രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു സാധനം ഒന്ന് വാങ്ങിച്ചാൽ, ഒരു ടീഷർട്ട് വാങ്ങിച്ചാൽ ഒന്നുകൂടി ഫ്രീ എന്നൊരു ഓഫർ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ഉടുപ്പ് കിട്ടുമെങ്കിൽ, 500 രൂപയ്ക്ക് 2 ഉടുപ്പ് കിട്ടുമെങ്കിൽ അത് ലാഭമാണല്ലോ. ചെറിയ വിലയ്ക്ക് ഇരട്ടി ലാഭം കിട്ടുന്ന ലാഭം, ആ ലാഭം നമ്മൾ ആകർഷിക്കാറുണ്ട്. ഇവിടെ അങ്ങാടിയിൽ ദുനിയാവിന്റെ ചെറിയ ലാഭങ്ങൾക്ക് പോലും വലിയ വില വെക്കുന്നവരും ആ വിലയും ഓഫറും ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന നമുക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനമായ 27 ഇരട്ടി പ്രതിഫലം എന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ ആകർഷിക്കുന്നില്ല? 27 ഇരട്ടി എന്നത് 27 തവണ നിസ്കരിച്ചാൽ പോലും കിട്ടില്ല എന്നാ. നിങ്ങൾ ഒറ്റയ്ക്ക് 27 തവണ നമസ്കരിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനെ നിങ്ങൾ സംഘടിതമായി നിർവഹിച്ചാൽ കിട്ടുന്ന കൂലി എന്നുള്ളതാണ് വിശദീകരിക്കപ്പെടുന്നത്. അത്രയും ഗൗരവ സ്വഭാവത്തോടെയാണ് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒഴിവാക്കാൻ പാടില്ല, ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി. കാരണം നിങ്ങളുടെ കൂടി സാമൂഹികമായ ക്ഷേമവും നന്മയും കൂടി ജമാഅത്ത് നമസ്കാരത്തിലുണ്ട്. അത് മാത്രമല്ല, അതാണ് ഇത്ആഅത്ത്, അതാണ് മുസ്ലിം അനുസരണ. റബ്ബ് പറയുമ്പോൾ പറയുന്ന രൂപത്തിൽ അനുസരിക്കണ്ടേ, നിങ്ങളുടെ സൗകര്യത്തിനല്ല അനുസരിക്കേണ്ടത്. റബ്ബ് പറഞ്ഞതും ആവശ്യപ്പെട്ടതിന്റെയും വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അള്ളാഹു തയ്യാറല്ല. റബ്ബ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കാണ്, എനിക്ക് വേണ്ടിയാണ്, ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ്, എന്നാലും നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കാവൂ എന്ന് റബ്ബ് ആവശ്യപ്പെടുന്നു. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ന്യായീകരിക്കപ്പെടാവുന്ന കാരണങ്ങളില്ല. ജമാഅത്തായി നിർവഹിക്കാവൂ എന്ന് റബ്ബ് കർക്കശ ബുദ്ധിയോട് ആവശ്യപ്പെടുമ്പോൾ ദുനിയാവ് തടസ്സാകാൻ പാടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിന് ഒരു സിസ്റ്റത്തെ കുറിച്ച് അബൂ മസ്ഊദ് അൻസാരി എന്ന സഹാബി പിൽക്കാലത്ത് പറയുന്നുണ്ട്. ജമൽ സിഫീൻ യുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടം മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഭിന്നതകൾ രൂപപ്പെട്ടു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യംസഹു മനാക്കിബൻ അഫ്ഫിസ് സ്വലാത്ത്. റസൂല് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടുമ്പോൾ റസൂലുള്ളാഹി നല്ല നിവർന്ന വടി കൊണ്ട് വന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ പരിശോധിക്കുമായിരുന്നു എന്ന്. യംസഹു മനാക്കിബൻ അഫ്ഫിസ് സ്വലാത്തി, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ സഫുകൾ റസൂൽ ഒന്ന് പരിശോധിക്കും, നിവർന്ന കമ്പ് വെച്ചിട്ട് ഇങ്ങനെ. എന്നിട്ട് എന്നിട്ട് റസൂല് പറയും, സഫുൽ ചൊവ്വാക്കി നിൽക്കണേ നിങ്ങൾ,
സഫുകൾ ചൊവ്വാക്കി നിൽക്കണേ. നിങ്ങൾ സഫുകളിൽ വിള്ളൽ വരാൻ പാടില്ല, അകലം വരാൻ പാടില്ല. നിങ്ങൾ പരസ്പരം ചേർന്ന് സഫുകളിൽ വിള്ളലില്ലാതെ കയറ്റവും ഇറക്കവും ഇല്ലാതെ കൃത്യമായി നിങ്ങൾ നിൽക്കണേ എന്ന് കാന്നഹു ബുനിയാനും മർസൂസ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികർ ഒരു മതിൽ കെട്ടുന്ന പോലെ, കെട്ടി ഉയർത്തിയ ഒരു മതിൽ പോലെ നിൽക്കുന്നത് പോലെയാണ് സഫ് കെട്ടി മലക്കുകൾ നിൽക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഭിന്നിപ്പില്ലാതെ, ഒരു വിള്ളലില്ലാതെ, കയറ്റവും ഇറക്കവും ഇല്ലാതെ കൃത്യമായി നിങ്ങൾ സഫ് കെട്ടി നിൽക്കണം. ആ സഫുകൾ പരിശോധിച്ച റസൂൽ പറയും, അങ്ങനെ നിന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിലും ഭിന്നതയുണ്ടാകും. മുസ്ലിമുകൾക്കിടയിൽ ആഭ്യന്തരകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമസ്കാരത്തിന് സഫിന്റെ വിള്ളൽ പോലും കാരണമാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ സഫിലുണ്ടാകുന്ന വിള്ളൽ പോലും നമ്മുടെ സാമൂഹികമായ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് റസൂൽ പറയുമ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, ഇത് സഫ് മാത്രമല്ല, ജമാഅത്ത് നമസ്കാരം തന്നെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ നിസ്കാരത്തിൽ ആൾ വരുന്നില്ല, ജമാഅത്ത് നിസ്കാരത്തിൽ കുറെ ആൾക്കാർ വരുന്നു, കുറെ ആൾക്കാർ വരുന്നില്ല. അങ്ങനെ ഇഷ്ടത്തിന് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഐക്യമുണ്ടാവും. നമുക്കെങ്ങനെ ഐക്യമുണ്ടാകും? ഒരു നാട്ടിലെ വിശ്വാസികളെല്ലാം ഒരു പള്ളിയിലേക്ക് വിളിച്ചൊരു ഇമാമിൻ്റെ കീഴിൽ അവരെല്ലാവരും സംഘടിതമായി ഐക്യത്തോടെ ചേർന്ന് നമസ്കരിക്കുമ്പോൾ ഓരോ നാട്ടിലും ദിനം പ്രതി 5 നേരം ഇസ്ലാമിക ഐക്യത്തിൻ്റെ മുദ്രാവാക്യം, ആ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിക്കുകയില്ലേ? അത് നമ്മുടെ കരുത്ത് കൂട്ടുകയില്ലേ? നമുക്ക് ഈ സമൂഹത്തിലുള്ള ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. അതാണ് റസൂൽ പറയുന്നത്. അതാ വിശദീകരിച്ച് അബൂ മസ്ഊദ് അൻസാരി ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅൻതുമുൽ യൗമ അശദ്ദു ഇഖ്തിലാഫ. ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ശക്തമായ ആഭ്യന്തര കലഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചേർത്ത് വായിച്ചു. എന്നിട്ട് എന്താ കാരണം? സഫുകൾ പോലും നമുക്ക് വിള്ളലാണ്, നമ്മുടെ സഫുകൾ ശരിയാകുന്നില്ല. അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പഴയതുപോലെയുള്ള തീവ്രമായ ശ്രദ്ധകൾ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടുപോയതാണ് ഈ സമൂഹത്തിനകത്ത് ഭിന്നിപ്പിന് കാരണം, അഭിപ്രായ ഭിന്നതയുടെ കാരണമെന്ന് അദ്ദേഹം ആ ഹദീസ് വെച്ച് സംസാരിക്കണം. അപ്പൊ നമുക്കിടയിൽ ഐക്യവും കെട്ടുറപ്പൊക്കെ നിലനിൽക്കണമെങ്കിലും കൃത്യമായി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളും നിർവഹിക്കുന്ന ഗൗരവപരമായ വീഴ്ചയാണ് എന്നതാണ് റസൂലിന്റെ സൂചന എന്നുള്ളത്. ഇബ്നുൽ മുബാറക്ക് അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ ജമാഅത്ത് കഴിഞ്ഞുപോയി. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സുഹൃത്ത് വന്ന് പറഞ്ഞു, പള്ളിയിൽ പറഞ്ഞു, സങ്കടപ്പെടേണ്ട, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരാളാണ് എൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്നതെന്ന്. എത്ര വലിയ സങ്കടം എനിക്കുണ്ട്, എനിക്ക് വലിയുണ്ടായ നഷ്ടം. എൻ്റെ മകനാണ് മരിച്ചു പോയതെങ്കിൽ 10,000-കണക്കിന് മനുഷ്യർ വന്ന് എനിക്ക് അനുശോചനം രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷേ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരേ ഒരാളാണ് എനിക്ക് ആശ്വാസം പറയുന്നതെന്ന്. എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന അത്രയും വേദന എന്നെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത്രയും വലിയ വേദനയ്ക്ക് ഞാൻ നിന്നിട്ടും എന്നെ ആശ്വസിപ്പിക്കാൻ ഒരേ ഒരു മനുഷ്യനാണ് വന്നതെന്ന് പറയുന്നത് ഈ സമൂഹം നമസ്കാരത്തിന്റെ സ്വഭാവത്തെ, സംഘടിത നമസ്കാരത്തെ എത്ര വില കുറച്ച് കാണുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. നോക്കൂ, ആ മനുഷ്യന്റെ വ്യക്തിപരമായി ഉണ്ടായ നഷ്ടമുണ്ടല്ലോ. ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി വന്ന വ്യക്തി, അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുന്ന കാഴ്ച കണ്ട് വിഷമിച്ച് നിന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഇന്നാലില്ലാഹി ഇസ്തിർജാ പറഞ്ഞു. ഒരു മനുഷ്യൻ അവന്റെ സങ്കടത്തിന്റെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന തവക്കുലിന്റെ വാക്ക് കൂടിയാണ് ഇസ്തിർജാ. ഈ സങ്കടത്തിന്റെ അവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ട് നിസ്കരിച്ച് മടങ്ങിപ്പോയ മനുഷ്യൻ ചോദിച്ചത്, നിങ്ങൾക്ക് അത്രയും വലിയ സങ്കടം എന്താ ഉണ്ടായത്? ജമാഅത്തിലേക്ക് കഴിഞ്ഞുള്ളൂ എന്ന്. അതെ, ജമാഅത്തെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. ഇറാഖിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളും എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതെന്ന്. വലിയ സങ്കടമാണ്. ഈ ഇറാഖിന്റെ അധിപനായിരുന്നു ഞാൻ, എനിക്കൊരു ദിവസം ആ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ എനിക്കുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ നിലയിൽ ഉണ്ടാകുന്ന സങ്കടം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ സങ്കടമാണ് ഒരു നേരം നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവത്തോടെ ജമാഅത്ത് നമസ്കാരം നോക്കിക്കണ്ട ഒരു സമൂഹം കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം ലാഘവത്തോടെ കാണുന്നു ആലോചിക്കണം. ഓരോ നമസ്കാരത്തിന് വിളിക്കപ്പെടുമ്പോഴും കൃത്യമായി പള്ളിയിലേക്ക് ഓടി വന്ന് ഏത് തിരക്കും മാറ്റിവെച്ച് ആൾക്കൂട്ടത്തിൽ ഒരാളായി നിന്ന് നമ്മൾ ഒരുമയോടെ നമസ്കരിക്കുന്ന ആ നമസ്കാരമുണ്ടല്ലോ, അതിലാണ് പൂർണ്ണത. ജമാഅത്ത് നമസ്കാരം തെന്നിയും തെറിച്ചും ഒറ്റപ്പെട്ടുമൊക്കെ വീഴ്ചകൾ വന്നേക്കാം, എത്തിപ്പെടാൻ കഴിയാതെ പോയേക്കാം. അതിലേക്ക് ആ സമയത്ത് ഖേദവും കുറ്റബോധവും നമുക്കുണ്ടാകണം. എന്നിട്ട് ജീവിതത്തിൽ വാശിയോടെ പിന്നെയും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലാതെ ഓരോ നിസ്കാരവും മുടങ്ങുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായി പലതും മുടങ്ങി അവസാനം എല്ലാം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അത് വലിയ വീഴ്ചയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ വുളൂ എടുത്ത് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പള്ളിയിലേക്ക് വന്ന് പള്ളിയിലിരുന്ന്
നമസ്കാരത്തെ കാത്തിരുന്ന് നമസ്കാരം പൂർത്തിയാക്കി അവൻ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായാൽ റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വുളു എടുത്ത് അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവൻ എടുത്തു വെക്കുന്ന ഓരോ ചുവട്ടടികൾക്കും അവൻ്റെ പാവങ്ങൾ പൊറുക്കപ്പെടുകയും അവൻ്റെ മേൽ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ അവൻ ലക്ഷ്യം നമസ്കാരം തന്നെയായിരിക്കണം. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ അവൻ എത്തി. പള്ളിയിൽ ഇരിക്കുന്ന ഓരോ നിമിഷത്തിലും അവന് വേണ്ടി പ്രാർത്ഥിക്കും മലക്കുകൾ. ആ ഇരിക്കുന്ന ഓരോ നിമിഷവും അവൻ നമസ്കാരക്കാരനായ അള്ളാഹുവിനെ പരിഗണിക്കും. നമസ്കാരത്തിന് വേണ്ടി ഇരിക്കുന്ന കാത്തിരിപ്പുണ്ടല്ലോ, ആ കാത്തിരിപ്പ് നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ കൂലിയുള്ളത്. അങ്ങനെ ആ ഒരു നമസ്കാരം ഒരു മനുഷ്യൻ വളരെ ഭംഗിയായി വുളൂവെടുത്ത് പള്ളിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ട് ജമാഅത്തായി നമസ്കരിച്ച് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഫഇന്നഹുന്ന മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന എന്ന് ആ ഓരോ നമസ്കാരങ്ങളും അവൻ ചെയ്ത ചെറു പാവങ്ങൾക്കുള്ള പ്രായശ്ചിത്തം കൂടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്ര വലിയ നേട്ടമാണ്! നമ്മൾ നടന്ന കാൽച്ചുവട്ടടികൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. പള്ളിയിലേക്ക് നടന്ന ഓരോ ചുവട്ടടികൾക്കും നമുക്ക് കൂലി നൽകുന്നുണ്ട് നാഥൻ അള്ളാഹു. അതൊക്കെ കൃത്യമായി രേഖയുണ്ട്. നമ്മൾ കണക്കാക്കുന്നതൊക്കെ ചെറിയ കാര്യമാണെന്ന്. നിസ്കാരം മാത്രമാണ് നമ്മൾ അല്പം ഗൗരവത്തോടെ കാണുന്നത്. പക്ഷേ നിസ്കാരത്തിലേക്ക് വന്നതും നടന്നതും ഇരുന്നതും നിങ്ങളെടുത്ത ഒളുവിൽ നിങ്ങൾ ഉപയോഗിച്ച വെള്ളവും ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടാകും. നിങ്ങളുടെ ഇരുത്തമുണ്ടല്ലോ, ഈ കാത്തിരിപ്പ്, ഈ കാമത്ത് കൊടുത്തിട്ട് നമസ്കാരം നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന ഓരോ നിമിഷങ്ങളും നാളെ നമുക്ക് ബാക്കിയുണ്ടാകും. ഇതൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ. നമ്മൾ കണക്കാക്കിയത് ഈ സമയം കൂടി നമുക്ക് എന്ത് ചെയ്യും? ഇക്കാമത്ത് എത്ര 12:35 അപ്പോൾ 35 വരെയും നമുക്ക് ദുനിയാവ് പിടിക്കാം. പിന്നെ 35 ബോഡി വന്നാൽ 2 റക്അത്ത് കിട്ടും, ജമാഅത്തായി. അപ്പം നമ്മൾ വിചാരിക്കാം അതേ നമുക്കുള്ളൂ. പക്ഷെ നമ്മൾ അതുവരെ നമുക്ക് പണിയെടുത്താൽ വെളിയിൽ കാര്യങ്ങൾ നേടുമെന്നാണ് കണക്കാക്കുന്നത്. നിങ്ങൾ വെളിയിൽ നേടിയതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ നിമിഷങ്ങൾക്ക് കൂലിയുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് പുറത്തു വന്നൊരു മനുഷ്യനെ പോലെ നിങ്ങൾ ഈ നമസ്കാരങ്ങൾക്ക് ഇടവേളകൾ നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ കണ്ടുപോയ, കേട്ടുപോയ, പറഞ്ഞുപോയ ചെറിയ പാവങ്ങൾക്കെല്ലാം പരിഹാരമായി. അതെല്ലാം മാച്ചു കളയണല്ലോ ഒറ്റ നമസ്കാരം കൊണ്ട്. നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിക്കപ്പെടും, അവിടെ നമ്മുടെ നിയ്യത്ത് പരിഗണിക്കപ്പെടും. അതുകൊണ്ട് അത്രയേറെ പ്രതിഫലം നൽകുന്നുണ്ട് നമസ്കാരം. 5 നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിൻ്റെ വാതിലിലൂടെ ഒഴുകിപ്പോകുന്ന, നമ്മുടെ മുറ്റത്തൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയിൽ 5 നേരം വൃത്തിയായി കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എങ്കിൽ 5 നേരം നമസ്കരിക്കുന്ന വിശ്വാസിയും പാവക്കറകളിൽ നിന്ന് മുക്തനായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊരു പ്രായശ്ചിത്തം കൂടിയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പള്ളിയിലേക്ക് എത്തി സംഘടിതമായി ജമാഅത്തായി നമസ്കരിക്കുന്നത് ജീവിതത്തിൻ്റെ നിർബന്ധിതമായ ഒരു ശീലമാക്കി നമ്മൾ എന്ത് ചെയ്യണം? പരുവപ്പെടുത്തിയെടുക്കുക. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. കൃത്യമായി 5 നേരം പള്ളിയിൽ തന്നെ വന്ന് ജമാഅത്തായി നമസ്കരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു നാൾ നിങ്ങൾ വന്നില്ല എങ്കിൽ അന്ന് ആ പള്ളിക്കും ഉണ്ടാകും സങ്കടം. നിങ്ങൾ വന്നില്ല, നിങ്ങൾക്ക് ഒരിക്കലും വരാൻ കഴിയില്ല. ആ പള്ളിയിൽ നിങ്ങൾ വാർത്തയാകും. ആ പള്ളിയിൽ നിങ്ങളോടൊപ്പം നമസ്കരിച്ചവർ നിങ്ങൾ ഓർക്കും. കാരണം നിങ്ങൾ ഇനി വരില്ല, നിങ്ങളാണ് ഇന്നലെ മരണപ്പെട്ടു പോയത്. ആ പള്ളിയിൽ നിങ്ങൾ നമസ്കരിച്ച ഓരോ സ്ഥലങ്ങളും നിങ്ങൾക്ക് വേണ്ടി നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനുണ്ടാകും. ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി. നിങ്ങളുടെ കർമ്മങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ വന്നു പോകുന്ന ഈ പള്ളിയുണ്ടല്ലോ, ഒരു ദിവസം നമ്മുടെ ശൂന്യത, നമ്മുടെ അഭാവം ഈ പള്ളികൾക്ക് പോലും ഫീൽ ചെയ്യും. നമ്മുടെ വിശ്വാസി കൂട്ടങ്ങൾ അവർ ഇന്നു മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ വരുന്നില്ല എന്നത് അവർ ആലോചിക്കും. നമ്മുടെ വിടവ് എന്നുള്ളത്, അവർക്കിടയിൽ ആ ശൂന്യത എന്നുള്ളത് നമ്മുടെ അഭാവം കൊണ്ട് ശ്രദ്ധേയനാകാൻ മതിയാകും. ഒരു വിശ്വാസികൾ ഹൃദയത്തിൽ ഇടം കിട്ടുക, അവർ നമ്മുടെ മരണശേഷവും ഓർക്കുക, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമൂഹം ഉണ്ടാവുക. അതൊക്കെയാണോ നമ്മൾ ഏറ്റവും വലിയ അവശേഷിപ്പ് എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കണം. ജീവിതത്തിൻ്റെ നിർബന്ധിതമായ ശീലമാക്കി നമ്മൾ എടുക്കുക. ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ച് ജുമുഅയ്ക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നുള്ളത്, പിറകിലിരിക്കുന്നതിൽ വലിയ പുണ്യം ഉണ്ടാവില്ല. പിറകിലിരിക്കുന്നതിലല്ല മഹത്വമുള്ളത്, മുമ്പിലിരിക്കുന്നതിലാണ്. നല്ല കാര്യങ്ങൾ മത്സരബുദ്ധി ഉണ്ടാവണം. റസൂൽ വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വിഷയമാണ്. ശരിയായ വിധത്തിൽ 1-ാം സഫിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും നമ്മളിവിടെ പേരെഴുതി ലോട്ടിടേണ്ടി വരും. ഞറുക്കിട്ട് വേണം ആദ്യത്തെ സഫിൽ ആര് നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടി വരിക. അത്രയും പോലീശയുണ്ട് 1-ാമത്തെ സഫിനെന്ന്. നമ്മളാൾക്കാർ 1-ാമത്തെ സഫിൽ വഴവെന്ന് ഇങ്ങനെ കാണിക്കുക. അങ്ങോട്ട് നീ കയറിയെന്നോളാൻ, നീ അങ്ങോട്ട് കയറുന്നു. നിങ്ങളിപ്പോൾ എന്താ പോകത്തെന്ന് വെച്ചാൽ, ഞാൻ വാതിലെടുത്ത് എനിക്ക് പെട്ടെന്ന് പോകേണ്ടത്, തിരിച്ചു പോകാനുള്ളത് പെട്ടെന്നായതുകൊണ്ട് വാതിലെടുത്ത് നിൽക്കണം. അപ്പോൾ എനിക്കിനി അങ്ങോട്ട് പോയാൽ 1-ാം സഫിൽ നിന്നൊക്കെ പുറത്ത് പോകുന്നത് വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരിങ്ങനെ മുന്തിക്കും. ബാക്കി എല്ലായിടത്തും ഞാൻ ഫസ്റ്റ് പോവാം. ദുനിയാവിൻ്റെ വിഷയത്തിൽ നീ പിറകെ വാ, ഞാൻ മുമ്പേ പോവാന്ന്. ആഖിറത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വെക്കോളൂ, നമ്മൾ പിന്നെ പയ്യെ വന്നോളാന്ന്. ഈ നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ പിറകോട്ട് നിൽക്കുന്ന ശൈലിയുണ്ട്. അത് പാടില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി 1-ാം സഫിലേക്ക് വരിക. ജുമുഅയ്ക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരും ഇതിപ്പോൾ നമ്മുടെ ഉപദേശമല്ല പ്രധാനം, നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്.
ഒന്നാമത്തെ സഫ് കംപ്ലീറ്റ് ആക്കുക, കഴിവിൻ്റെ പരമാവധി. നമുക്ക് വളരെ പരിമിതമായ സ്ഥലം തന്നെ ഉള്ളൂ, അതൊരു കാരണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ എന്തായാലും നേരത്തെ വന്ന ആൾക്കാരാണ്, എന്നിട്ട് ഏറ്റവും പുറകെ പോയിരിക്കുക എന്നുള്ളതല്ലല്ലോ, ഏറ്റവും മുമ്പിൽ വന്നിരിക്കുക. ഇരിക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി അല്പം വിശാലമായി ഇരിക്കുക. അല്പസമയം ഇരിക്കാണ്ട് വെള്ളിയാഴ്ച കുറച്ച് സമയം ഇരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ, ഞെരുക്കമുണ്ടാകാത്ത വിധത്തിൽ അടുത്തിരിക്കുക, ചേർന്നിരുന്ന്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഈ പള്ളിയിലേക്ക് കടന്നു വരാനും കൂടുതൽ പേർക്ക് നിസ്കാരം ജുമാ സമയത്ത് ഇരിക്കാനും കഴിയും. ഖുതുബ നടക്കുമ്പോൾ തന്നെ ഇരിക്കാൻ കഴിയും. അത് കഴിയുമ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർ കൂടി അകത്തുനിന്ന് സഫുകൾ ഫില്ലാവും. കഴിവിൻ്റെ പരമാവധി എഴുന്നേറ്റ് നിന്നാൽ ഇനി ഒരാൾക്ക് പോലും സ്പേസ് ഇല്ലാത്ത വിധത്തിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരു പക്ഷേ അവസാനത്തെ സഫയിൽ ഇപ്പോൾ 3-4-5 പേർക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അവസാനം അവിടെ ആളുണ്ടാവില്ല, എന്നാൽ ഇവിടെ പുറത്ത് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇവിടെ അങ്ങോട്ട് സഫിൽ എത്താൻ കഴിയില്ല, മുകളിലും ആൾക്കാർക്ക് നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ ആഴ്ചയും പുറത്ത് വരെ നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വരുന്നവർ മുമ്പിലേക്ക് ചേർന്നിരിക്കുക. മുമ്പിലിരിക്കുന്നതിനാണ് കൂലി കൂടുതലെന്ന് യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഈ ഒന്നാം നിലയിലെ ഈ വഴി ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രണ്ടാം നിലയിലേക്ക് ആൾക്കാർ പോകുന്നതായിരിക്കും നന്ന്. ആ രണ്ടാം നിലയിൽ പോകുമ്പോൾ തന്നെ അവിടെയും കഴിഞ്ഞ ആൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ മുകളിൽ മൂന്നാം നിലയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് വിട്ടുകൊടുക്കാവുന്നൊരു മാന്യത നമ്മൾ ഇതിന് കാണിക്കണം. അല്ലെങ്കിൽ നിസ്കരിക്കാൻ വൈകി വരുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടുപോകാറുണ്ട്. മുകളിലും കയറാൻ പറ്റില്ല, താഴെയും കയറാൻ പറ്റില്ല. ഈ പൈപ്പിനെ മുട്ടി ചുറ്റി പറഞ്ഞിട്ട് അവസാനം ഇവിടെ തവാഫ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ആ അവസ്ഥ ഉണ്ടാകാതിരിക്കും കഴിവിൻ്റെ പരമാവധി നമ്മൾ കൂടി എന്ത് ചെയ്യാമെന്ന് സഹകരിക്കുക. ഈ വിഷയത്തിൽ ഈ നന്മകളിൽ നമ്മൾ ഒരു കാരണവശാലും പിന്തി നിൽക്കേണ്ടവർ നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ എപ്പോഴും മത്സരിച്ച് മുന്നേറൂ എന്നാണ് ഖുർആൻ സംസാരിക്കുന്നത്. സാബിഖൂൽ ഖൈറാത്ത് റസൂൽ സംസാരിക്കുന്നത് അങ്ങനെയാണ്. നല്ല വിഷയങ്ങൾ മത്സരബുദ്ധിയോടെ ഇരിക്കൂ, അല്ലാതെ തൂണുചാരി ഇരിക്കുന്നതിലല്ല, ഒന്നാം സഫിൽ മുന്തിയിരിക്കുന്നതിലാണ് പുണ്യവും പ്രതിഫലവും ഇരിക്കുന്നതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.